ഇതൊരു തേങ്ങ അരച്ച അയലക്കറിയുടെ കഥയാണ്. ഞാൻ ചെന്നപ്പോഴേക്കും മമ്മി അയല വെട്ടി മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പോയി ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി എടുത്ത് ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ട് 3-4 കഷ്ണം കുടംപുളി എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ തേങ്ങയും ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും 4 കാന്താരിമുളകും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തു. ചട്ടി ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുകും ഉലുവയും ഇട്ടു. കടുകിൻ്റെ അത്ര സ്ഫോടനാത്മകം അല്ലെങ്കിലും ഉലുവയ്ക്കും പൊട്ടാൻ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചത് എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായി ഇളക്കി. അതിനുശേഷം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യമേ തന്നെ ഇട്ടു. ഇവിടെ എല്ലാം പിടിക്കണക്കായതുകൊണ്ട് ഒരു പിടി ഉപ്പ്. നന്നായി മൂക്കുന്നവരെ ഇളക്കണം. മൂത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ടു. എന്നിട്ടിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തു. അതിനുശേഷം നന്നായി യോജിപ്പിച്ച് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി. പൊടികളുടെ ഗതി ഇവിടം കൊണ്ട് തീരുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയ ശേഷം പൊടികളുടെ പട്ടികയിലേക്ക് അധികമായി 2 പൊടികൾ കൂടി വന്നു. ഒന്ന് കായപ്പൊടിയും മറ്റൊന്ന് ഉലുവയും കടുകും കൂടെ പൊടിച്ചു വെച്ചതും. നിർബന്ധമില്ല, ഒഴിവാക്കാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അവസാനം. മറ്റെല്ലാ വീടുകളിലെ പോലെ ഇവിടെയും തേങ്ങ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് തിളയ്ക്കാൻ വെച്ചു. നന്നായി തിളച്ച ചാറിലേക്ക് മുറിച്ച് വെച്ച അയല കഷ്ണങ്ങൾ പിറക്കിയിട്ട് പതിയെ പൊടിയാത്ത വിധം ഒന്ന് ഇളക്കി വേകാനായിട്ട് മാറ്റി വെച്ചു. ഇപ്പോഴത്തെ ലുക്കൊന്നും നോക്കണ്ട, അവസാനം ഭയങ്കര ടേസ്റ്റാണ്. ഇതേ സമയം തൊട്ടപ്പുറം ഒരു പാനിൽ 4 കറിവേപ്പില തണ്ട് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. നന്നായി ചൂടായ ശേഷം 4-5 കഷ്ണം അയിലയെടുത്ത് അതിലേക്ക് വെച്ചു. ചൂടായ എണ്ണയിൽ ആദ്യം ബലിയാടാവുന്ന കറിവേപ്പില തണ്ട് മീൻ വറുത്തതിനൊരു സ്വാദ് കൂട്ടും അത്രേ. 2 വശവും മറച്ചിട്ട് വറുത്തപ്പോഴേക്കും നമ്മുടെ തേങ്ങ അരച്ച മീൻകറി അപ്പുറത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഉപ്പും പുളി എരിവും നോക്കിയതിന് ശേഷം മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഭംഗിക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് വാങ്ങി വെച്ചു ചോറുണ്ടു.